ചെരിച്ചും വെച്ചു പോലെ എന്തിനാ പോലെ ചെരിച്ചു വെക്കുന്നത്? നാട്ടിലെ അല്ലെ അനവധിയായിരിക്കുന്ന ദേവീദേവന്മാര് പോലെ വനത്തിന്റെ ഉള്ളാന്തരങ്ങളിൽ വല്ലേ വഴക്കം ചെയ്തു. അത് വേണ്ടിയല്ലേ അന്ന് 4 ഭാഗവും ഒത്തിയടക്കിന 4 ഭാഗത്തും ചെരിച്ചു വെച്ചു. ഒരു ഞായറാഴ്ച നട്ടുച്ച നേരമാവുമ്പോൾ അഗ്നിയും വായുവും കോപിച്ചൊരു നേരത്തെങ്കിൽ നടുക്കു നിന്നൊരാ തീയം വെച്ചു ഒരേ നടുക്കു നിന്ന് ഞാൻ തീയം വെച്ചു. അന്ന് അഗ്നിയും വായുവും കോപിച്ചൊരു നേരത്തെങ്കിൽ എങ്ങാനാ പാനൊളിക്കാൻ എനിക്കൊരു ദിക്കും ദേശവും കണ്ടില്ല അല്ലേ. എല്ലാം കത്തി നശിക്കുമ്പോഴും ഏകനായിട്ട് തലയെടുപ്പോടുകൂടെ നിൽക്കുന്ന അഴകിയതൊരു കരുനെല്ലി മരം കണ്ടു കാണാൻ. അതിന്റെ മുകളിലേക്ക് പ്രാണരക്ഷാർത്ഥം ഞാൻ അഭയം പ്രാപിച്ചു അല്ലേ. അന്ന് എന്നെക്കാളും പേടിച്ചും ഭയപ്പെട്ടും കഴിയുന്നു 2 സർപ്പത്താന്മാര്. എന്താ നാമധേയം പോലെ കാരണോസ്ഥാനെ. എങ്കിലും അനവധിക്കാലം എനിക്ക് വേണ്ടി കർമ്മം ചെയ്തതല്ലേ. എന്റെ അരികിൽ എന്റെ ഒക്കത്തൊക്കെ വളർന്നതല്ലേ. ദൈവം വിശേഷണം ചെയ്യുമ്പോൾ അത് അറിയണ്ടേ. എന്താ നാമധേയം സമസ്ഥാനം ഗ്രാഹ്യമില്ല അല്ലേ. എങ്കിലും അവട്ട് ദൈവം തന്നെ പറയാല്ലേ. കാളിയനെന്നും കഴിവേലയെന്നും 2 സർപ്പത്താന്മാര് അവരെന്റെ ഇടത്തെ മാർവിലും വലത്തെ മാർവിലും കെട്ടിക്കൊത്തി വിഷം ചൊരിഞ്ഞു അല്ലേ. ഇതിന്റെ ഘാതകൻ ഞാനാണെന്ന് കരുതി ഞങ്ങള് മൂവരും അഗ്നിയിൽ വീണു. അഗ്നിപ്രപഞ്ചമായ യോഗം വന്നു പോരേ അഗ്നിയിൽ വീണു ചാരമായല്ലേ. അന്ന് പതിവ് നായാട്ട് കഴിഞ്ഞു വരുന്നു. പ്രായകാലത്ത് ദൈവം തൊണ്ടച്ചൻ ഇഞ്ചത്തേരം പെരുമല, വഞ്ചത്തേരം പെരുമല, ചിത്തം പെരുമല, ചേരമാൻ പെരുമല, വലിയ മുള്ളടക്കം പേരാലും ചെറിയ മുള്ളടക്കം പേരാലും കത്തിക്കൊത്തിയ മലയും കലയോടം കല്ലും എന്നിങ്ങനെ ഇരിക്കുന്ന മലകളൊക്കെയും നായാടി വരുന്ന പ്രായകാലത്ത് ദൈവം വയനാട്ടുകുലവനല്ലേ. പൂങ്കുലം എന്ന വനത്തിനകത്ത് കയ്യെടുക്കുന്ന കാലത്ത് ആദിത്യൻ്റെതായിരിക്കുന്ന പ്രകാശമല്ലേ അനവധി ഭൂമിയിലേക്ക് വർഷിച്ചാൽ എന്താ ഉണ്ടാവുക? കുറെ കാരണസ്ഥാനെ ക്ഷീണഭാവം ഉണ്ടാവുമല്ലേ. അന്ന് ചുറ്റുപാടും നോക്കുന്ന ഒരു സമയത്തെങ്കിലും അല്പനേരം വിശ്രമിക്കുവാൻ നോക്കി. എന്താണിത്? അന്ന് വില്ലിന്റെ കിൽക്കാലി പിടിച്ച് ഞങ്ങൾ മൂവരുമല്ലേ പാറയിൽ പടിഞ്ഞാറ്റ മുമ്പേതുമായി ശേഷിപ്പെട്ടു. അവിടെ എന്റെ കള്ളും കളിയാട്ടവും വില്ലും വേലയും തീർത്ഥവും പോനവും രുചിയാമണ്ണം വാങ്ങി അനുഭവിച്ചല്ലേ. സ്ഥലക്കൂറ് മുമ്പേതുമായിട്ട് ചുറ്റുവട്ടത്ത് അനവധിയായിരിക്കുന്ന ദേവീദേവന്മാർ പോലെയല്ലേ ക്ഷേത്രപാലകനും അനവധിയായിരിക്കുന്ന ദേവീദേവന്മാർ കുടികൊള്ളുന്ന എന്റെ ഗ്രാമഭൂമിയിലല്ലേ. എന്റെ കണ്ണാരത്ത് വളർത്ത ആധാരമായിട്ട് ഞങ്ങള് കാല് കഴുകി കലകേറി. ഇവിടെ എന്റെ കള്ളും കളിയാട്ടവും വില്ലും വേലയും തീർത്ഥവും പോനവും രുചിയാമണ്ണം വാങ്ങി അനുഭവിച്ചു കിട്ടുക.